ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു എരിശ്ശേരിയാണ്. നല്ല പഴുത്ത മത്തനും വൻപയറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നത്. ഇത് ഞാൻ നമ്മുടെ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മത്തനും അതുപോലെ തന്നെ വൻപയറും കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു, അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട്, ഉപ്പാണ്, ഭരണിയിലാണ് ഉപ്പ്. നമ്മുടെ പണ്ടത്തെ സിസ്റ്റമൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് മൂടി ഇനി അതൊന്ന് വേവിച്ചെടുക്കണം. മത്തനും പയറും ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് വേവണ ടൈം നമുക്ക് നോക്കിയിട്ട് ഇനി അതിലേക്ക് അത് വേവുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത്, 2 അല്ലി വെളുത്തുള്ളി, 2-3 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഒരല്പം ജീരകം, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത് അരച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് മത്തനും പയറൊക്കെ വെന്തു. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റി ഒരു ചട്ടിയിലാക്കുക എന്നുള്ളത് ഇന്നത്തെ ഒരു സ്പെഷ്യൽ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചട്ടിയിലേക്ക് രണ്ടും കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. പതുക്കെ ഒന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. മത്തനും പയറും കൂടി പയർ ഉടച്ചു അതിലേക്ക് ഞാനിത് നമ്മുടെ അരപ്പ് ചേർത്തിരിക്കുകയാണ്. അതെല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി കുലുക്കി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കണം. എല്ലാ ഭാഗത്തും എത്തണം അരപ്പ്. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഈ അരപ്പും ഈ മത്തനും എല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ ഏകദേശം ആ വേവിലെത്തി കഴിഞ്ഞു. നമുക്കിതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഏകദേശം നല്ല പൊട്ടിത്തെറിയാണ് കടുക്. നിങ്ങൾ കാണുന്നുണ്ടാവില്ല അല്ലേ, ഭയങ്കര പൊട്ടിത്തെറിയാണ്. അതിൽ അല്പം വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു, അതാണ് ഇത്രയും പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ കടുക് ഏകദേശം ഇങ്ങനെ ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ച് ഇട്ട് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി താളിപ്പ് അതെല്ലാം ഒന്നിങ്ങോട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരണം. ആ മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അത് ഒഴിക്കാവും. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഏകദേശം അതായിട്ടുണ്ട്. സ്റ്റവ് ഓഫാക്കാം. നല്ല എരിശ്ശേരിയിലേക്ക് നല്ല താളിച്ച് നല്ലൊരു പ്രത്യേക സ്മെല്ല് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി കേട്ടോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്, എരിശ്ശേരി. എല്ലാവർക്കും അറിയാം, ഒന്നും കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലാവസ്ഥയിലൊക്കെ ഇപ്പം നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ്. അപ്പോൾ താങ്ക് യു.